പോത്തങ്കോട് രണ്ട് മുതിർന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ബി.ജെ.പിയുടെ ഒരു യുവ നേതാവ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് ജയം, 100% പ്രതീക്ഷയല്ല, ഞങ്ങൾ ഉറപ്പിച്ച് ജയം. രണ്ട് സ്ഥാനാർത്ഥി എന്നുള്ളത്, ഒന്ന് നിലവിലെ എം.എൽ.എയും സംസ്ഥാന മന്ത്രിയും. അദ്ദേഹം മന്ത്രിയായി എന്നുള്ളതിന് ഉപരി ഒരു ഉപയോഗവും നമ്മുടെ മണ്ഡലത്തിന് കിട്ടിയിട്ടില്ല. ഈ നെടുമങ്ങാട് മണ്ഡലത്തിൻ്റെ പ്രധാന സിറ്റികളിലൊന്നാണ് ഈ പോത്തങ്കോട് ജംഗ്ഷൻ. ഈ പോത്തങ്കോട് വരുന്ന ഭാഗത്തേക്ക് നിങ്ങളിവിടെ നോക്കിയാലാവും അങ്ങോട്ടും റോഡുകൾ. ഈ പ്രധാന ജംഗ്ഷനാണ് ഈ പോത്തങ്കോട്. ഈ 4 വീപ്പക്കുറ്റികളല്ലാതെ ഒരു പോലീസുകാരോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരാളോ ഇവിടെ ഇല്ല. രാത്രിയായാൽ ഒരു 4 മണി സ്കൂൾ ടൈം കഴിഞ്ഞാൽ ഇവിടെ കഠിനമായ ബ്ലോക്കാണ്. വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. വ്യാപാരികൾ തുടർന്നിരിക്കുന്ന വ്യാപാരികൾ കടയുടെ നടയിൽ വണ്ടി നിർത്തിയാൽ പെറ്റിയാണ്. എല്ലായിടത്തും നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വ്യാപാരികൾക്ക് വ്യാപാരം നടത്താൻ പറ്റുന്നില്ല. പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത വഴികൾ, റോഡ് ഇടുങ്ങിയ റോഡുകൾ. അത് കഴിഞ്ഞ് ഈ പോത്തങ്കോട് നഗരത്തിൻ്റെ അവസ്ഥ, അത് കഴിഞ്ഞ് ഉൾ റോഡുകളോട്ട് പോയാൽ ഒരു റോഡും സഞ്ചാരയോഗ്യമല്ല. അതുപോലെ ഈ വാവറയമ്പലം, ഈ പോത്തങ്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റോഡ്, അത് 3 റീച്ച് പണികളായി ചെയ്ത് 3 പേർക്ക് കൊട്ടേഷൻ കൊടുത്ത് 3ലും തിരുമറി നടത്തിയ മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എന്താണെന്ന് മനസ്സിലായി. 3 പേർക്കായിട്ട് കൊടുത്തു. ഈ റോഡ് സൈഡ് അത്രയും 14 മീറ്റർ വീതി വരേണ്ട സ്ഥലത്ത് ചുരുങ്ങിയ അളവിൽ റോഡ് പണിതു. വെള്ളം വന്ന് മഴ പെയ്ത് അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുന്നപ്പോൾ ഈ കരൂർ ഭാഗത്തും പോത്തങ്കോടിൻ്റെ അടുത്ത പ്രദേശങ്ങൾ കരൂർ ഭാഗത്തും അങ്ങോളം ഇങ്ങോട്ടും ഇരു സൈഡിലുള്ള വീടുകളിലും വെള്ളം അകത്ത് കയറി. വീടിനെക്കാട്ടിയും ഒരു ഏതാണ്ട് 2-3 മീറ്റർ പൊങ്ങിയാണ് റോഡ് നിൽക്കുന്നത്. ഈ റോഡിലുള്ള മഴവെള്ളം മുഴുവനും വീടിനകത്തേക്ക് കയറി. റോഡ് നിർമ്മാണത്തിൽ അപാകത, അതുപോലെ ഓട നിർമ്മാണത്തിൽ അപാകത, അതുപോലെ തന്നെ ഈ പോത്തങ്കോട് സംബന്ധിച്ച് ഒരു നാള് വരെ ഒരു വികസനവും സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിംഗ് അല്ലാതെ നിങ്ങൾ നോക്കൂ, സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിംഗ് അല്ലാതെ ഒരു സ്ഥാപനം പോത്തങ്കോട് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നതെന്നാണല്ലോ അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പ്രചരണം എന്താ? ഇടയ്ക്ക് തന്നെ ഒരു സുഹൃത്ത് വിളിച്ച് കാണിച്ചു. അതേ പ്രചരണത്തിനുള്ളിൽ നമ്മുടെ സ്കൂളിൽ LPS സ്കൂളിലെ വർണ്ണക്കൂടാരം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അത് എന്നോട് ഒരു സുഹൃത്ത് വിളിച്ച് കാണിച്ചു. ഞാനൊരു സ്കൂളിൻ്റെ PTA പ്രസിഡന്റായിരുന്നു. എനിക്കറിയാം അത് 100% കേന്ദ്ര ഫണ്ടാണ്. 100% കേന്ദ്ര ഫണ്ടാണ് ഈ വർണ്ണക്കൂടാരം. കേന്ദ്ര ഫണ്ടിന്റെ കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ഫണ്ട് ഇറക്കി ചെയ്യുന്നതാണെന്നാണല്ലോ പൊതുജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അതെ, കേന്ദ്ര ഫണ്ട് എങ്ങനെയാ പൊതുജനങ്ങളുടെ കൊടുക്കാൻ പറ്റില്ലല്ലോ, സംസ്ഥാന സർക്കാർ വഴിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട MLA, MP, MLA, മന്ത്രിയും ആ 2 പേരും ഒരാളാണ്. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ അത് പേര് മാറ്റി ചിലവഴിച്ച് ഓരോ പദ്ധതി ഈ സർക്കാരിൻ്റെ പേരിൽ നൽകുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? കേരള സർക്കാരിൻ്റെതാവും. എന്നിരുന്നാൽ പോലും ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ മന്ത്രിയുടെ വകുപ്പ് ഈ FCI ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്ന സാധന സാമഗ്രികൾ ഒഴുകരിച്ച് പോകുന്നല്ലാതെ വിതരണം ചെയ്യുവാനോ എന്നുള്ള നടപടിയില്ല. അതിനകത്ത് CITവിൻ്റെ കടന്നു കയറ്റാൻ കാരണം ലോഡിംഗ് അപാകത മൂലം ഭക്ഷ്യവസ്തുക്കൾ ദ്രവിച്ചു പോകുന്നു. അതുപോലെ സപ്ലൈകോയിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ പറയുന്ന സബ്സിഡി ഉണ്ട്. എന്താ സബ്സിഡി? ഈ കുറച്ച് സാധനങ്ങൾ 100 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കണമെങ്കിൽ 2000 രൂപയുടെ സാധനം വാങ്ങണം. 100 രൂപയുടെ സബ്സിഡി സാധാരണക്കാർക്ക് സബ്സിഡി 100 രൂപ ലഭിക്കണമെങ്കിൽ 2000 രൂപയുടെ സാധനം വാങ്ങിച്ചാലേ സബ്സിഡി ലഭിക്കുള്ളൂ. ഇതുപോലെ ചൂതാട്ടം, 1 വെച്ചാൽ 2 എന്നുള്ള ഇതിലുള്ള ചൂതാട്ടമാണ് നടക്കുന്നത്. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അത് കണ്ണിൽ പൊടിയിട്ട് ഈ PR വർക്ക് ചെയ്ത് കബളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ വിദ്യാഭ്യാസമ്പന്നരായ നമ്മുടെ സമൂഹത്തിന് അറിയാൻ കഴിയും. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അന്ന യോജനയും അതുപോലെയുള്ള പദ്ധതികളുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്നെ പട്ടിണി ചെയ്യാൻ. അതുപോലെ ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ കൊടുക്കുന്ന ചികിത്സാ പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടില്ല. മന്ത്രിയുടെ മണ്ഡലമായിട്ട് പോലും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതിങ്ങനെ ഓരോ എണ്ണി പറഞ്ഞാൽ ഈ റോഡായാലും ഈ വേനലാകുന്നു, വേനൽ കടുക്കുന്നുണ്ട് കുടിവെള്ള ക്ഷാമം. ഈ പ്രദേശത്ത് ഉയർന്ന ഭാഗങ്ങൾ വെള്ളം കിട്ടാനില്ല, കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണ്. അതിനെതിരെ മന്ത്രി ഒരു നടപടി എടുത്തിട്ടില്ല. ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ലഭിക്കുന്നില്ല. നമുക്ക് അടിസ്ഥാന സൗകര്യം മാർക്കറ്റാണ്, പൊതു മാർക്കറ്റാണ്. ഇവിടെ ഈ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക. മാർക്കറ്റിൻ്റെ വഴികരികിൽ വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നു.
മഴ പെയ്താൽ മാർക്കറ്റിനത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കാലിൻ്റെ മുട്ടോളം ചെളി പൂന്തുന്ന അവസ്ഥ. മാർക്കറ്റ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, ബസ് സ്റ്റാൻഡിലും പരിസരം ഒരു അസൗകര്യമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ തിരിച്ചു പോയാൽ നമ്മുടെ പ്രധാന മാർക്കറ്റ് ഒന്നാണ് കന്യാകുളങ്ങര, വെമ്പായത്തെ കന്യാകുളങ്ങര മാർക്കറ്റ്. ആ കന്യാകുളങ്ങര മാർക്കറ്റിനകത്ത് വ്യാപാരികൾ ഒരാളും ഇരിക്കുന്നത് മുഴുവൻ പൊതുവഴിയിലും. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ വന്ന് അവിടെ ഒന്ന് ബൈറ്റ് എടുത്ത് അവിടെ ആൾക്കാരൊന്നും ഇതെടുത്ത് ആൾക്കാരെ കാണിക്കണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. മുഴുവൻ വ്യാപാരികളും പുറത്ത്, കച്ചവടക്കാരും പുറത്ത്. എന്നിട്ടാലോ പഞ്ചായത്ത് അവരിൽ നിന്ന് കരം ഈടാക്കുന്നു. ഒരു വിരോധാഭാസം നോക്കണം. അതായത് മാർക്കറ്റിനകത്ത് വിൽക്കാൻ സൗകര്യം കൊടുക്കാതെ വഴിയേരിയിരിക്കുന്നവരിൽ നിന്നും പഞ്ചായത്ത് കരം ഈടാക്കുന്നു മന്ത്രിയുടെ വകുപ്പ്. അത്രയും ആൾക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും ഇരുമുന്നണികളും എന്നുള്ളത് അവർ ഒരു മുന്നണിയാണ്, ഇന്ത്യ മുന്നണിയാണ്. ഈ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിൽക്കുന്ന ഇവരെ നമ്മുടെ പ്രിയങ്കരനായ വിരാജ് ഗോയൽ അദ്ദേഹം എതിർത്ത് തോൽപ്പിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ യുവതികളുടെ, നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരന്മാരുടെ ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഈ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ സമയവും ചെലവഴിച്ച് ഇവിടെ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രയോജനപ്രദമായ രീതിയിലുള്ള പരിഹാരം ഉറപ്പാക്കുമെന്ന് 100% ഞങ്ങൾ ഉറപ്പുണ്ട്.